ഹലോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാട്ടോ ഞാൻ വന്നത്. ഒരു ജേണൽ കൊണ്ട് ചെയ്തിട്ടൊന്നാലോ. ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഫസ്റ്റ് തന്നെ ദിവസം ചെയ്യുന്നത് ജേണലാണ്. ഒരു ചെറിയ ജേണലാട്ടോ ഞാൻ ചെയ്യുന്നത് ഇപ്പം. ഇതെൻ്റെ ഒരു ബ്രൗൺ ഡേ വന്നിട്ടൊരു ജേണലാക്കിയതാണ്. അടുത്തത് എൻ്റെ ഗ്രീൻ ഡേ വാട്ടർമെലൺ ആയിട്ടുള്ളൊരു ജേണലാണ്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ കളർ ജേണലാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ബ്ലൂ ഡേ ജേണൽ. ഇതാണ് എൻ്റെ ചെറിയൊരു ബൈൻഡഡ് ജേണലിലുള്ള കുറച്ച് ഞാൻ ആക്കിയ ജേണൽസ്. ഇനി എൻ്റെ ഒരു വലിയൊരു ജേണൽ ബുക്കുണ്ട്. അത് കംപ്ലീറ്റ് ആക്കാതെ ഞാൻ പുതിയതാക്കിയതാണ്. ഒരു യൂണിക്കോണിൻ്റെ ബുക്കാണ്. ഞാനൊരു മീഷോന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. അപ്പം അതിലെ ജേണൽസ് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ജേണലാണ് ഞാൻ എഴുതിയതാണ്. എനിക്ക് ഒരു സങ്കടം വന്നിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ജേണൽ എഴുതുക കേട്ടോ ഞാൻ. അടുത്തതൊരു ഗ്രീൻ കളർ ജേണലാണ്. ഒരു കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രീൻ കളർ നേച്ചറിനെ പറ്റി എഴുതിയൊരു ജേണൽ. നെക്സ്റ്റ് ഷൈൻ ബ്രൈറ്റ്. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോൾ ഞാൻ ചെയ്തതാണ്. പിന്നെ ഒരു ചെറിയൊരു വിൻറ്റേജ് ലുക്കിൽ വരുന്നൊരു ജേണൽ, വയനാടിനെ പറ്റി ചെയ്തത്. അടുത്തതാണ് ഞാൻ ഫസ്റ്റായിട്ട് ഡ്രാമാറ്റിക്കിൻ്റെ ഒരു ജേണലാക്കിയത്, ഫ്ലവേഴ്സിൻ്റെ ഒക്കെ. ഇതാണ് എൻ്റെ ലാസ്റ്റ് ജേണൽ ടു റീച്ച് ദ ഫൈനൽ. ഈ ബുക്കിലും ഇത്രയേ ഉള്ളൂ. ഞാൻ കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് തന്നെ ആ ബുക്കിലെ ജേണൽസൊക്കെ തീർന്നു. നമുക്ക് ഇന്നത്തെ ജേണലാക്കാം. ഇതെൻ്റെ ഒരു മിഫിൻ്റെ ഹാൻഡ് മെയ്ഡ് ക്ലിപ്പാണ്. വല്ലാണ്ട് കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ ഗൈസ് ഇതാക്കാൻ വേണ്ടിയിട്ട്. റബ്ബർ ബാൻഡ് ഇട്ടാൽ ചിലപ്പോൾ ആ കാർഡ്ബോർഡ് ഒടിഞ്ഞു പോകും. ഇത് അത്രയ്ക്ക് ടൈറ്റൊന്നുമില്ല, നല്ലൊരു ക്ലിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ബുക്കിലൊന്ന് ക്ലിപ്പിട്ട് വെച്ചിട്ട് ജേണലാക്കാൻ തുടങ്ങാം അല്ലേ. ഗ്രീൻ, ബ്രൗൺ, യെല്ലോ, ബ്ലൂ ഇത്രയും കളറാക്കി. ഇനി നമുക്കിന്ന് ഓറഞ്ച് ജേണലാക്കാം. ഈ പേജിൽ എൻ്റെ അടുത്തൊരു ക്യാരറ്റിൻ്റെ വാഷി ടാപ്പ് ഉണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഓറഞ്ച് കളർ ജേണലാക്കാൻ തോന്നുന്നത്. ഫസ്റ്റ് തന്നെ ഒരു സ്റ്റിക്കി നോട്ട് ഹാൻഡ് മെയ്ഡാണ്, പക്ഷേ അത് അത്രയ്ക്ക് ഉപകാരമൊന്നുമില്ല, അത്രയ്ക്ക് ഉപകാരപ്പെടുത്തില്ല. ഞാൻ അത് വെച്ചിട്ടാണ് രണ്ട് സൈഡിലും ഒട്ടിക്കാനുള്ളൊരു ഇത് നമുക്കറിയാമല്ലോ. ഒരു പേജ് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. 2 പേജ് താഴെയും ഒരു സൈഡിലും മേലെയും ഒരു സൈഡിൽ താഴെ ഒരു സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. താഴെ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റിങ് അവിടെ ഉള്ളതുകൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഫ്ലവേഴ്സിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതിലിപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റെഡ് ഫ്ലവർ ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായില്ല. അത് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് എൻ്റെ ബട്ടർഫ്ലൈ ക്യൂട്ട് ബോക്സ്. അതിൽ ഒരു ഗ്രിഡിൻ്റെ ഒരു പേപ്പർ ഉണ്ട്, അതാണ് ഞാൻ എടുക്കുന്നത്. ഇനി ആ ഗ്രിഡ് നമുക്ക് ഒരു സ്ക്വയർ ഷീറ്റിൽ മുറിച്ചെടുക്കണം. പിന്നെ ആ ഗ്രിഡിൻ്റെ കത്രിക വെച്ച സ്ഥലം കണ്ടൊരു കറ പോലെ, ആ കറ മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള വാഷി ടാപ്പ്, ആ ക്യാരറ്റിൻ്റെ വാഷി ടാപ്പ് ഒന്ന് അവിടെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ക്യാറ്റിൻ്റെ വാഷി ടാപ്പ് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളാണ്, ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ. ഇങ്ങനെ കട്ടും ചെയ്യാം. ഇനി 2 താഴെയും മുകളിലായി ഒട്ടിക്കുന്നുണ്ട്. അതിനെ ഞാൻ 2ആയിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയോ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി എൻ്റെ കയ്യിൽ മൾട്ടി കളർ പെന്ന് വെച്ചിട്ട് ഞാൻ ആ ജേണലിൽ എഴുതാൻ പോകുകയാണ് ചെയ്യുന്നത്. ഓറഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ യെല്ലോ വെച്ചിട്ടാണ് എഴുതുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ
ഓറഞ്ച്, ക്യാരറ്റ് അങ്ങനെയൊക്കെ എഴുതുന്നുണ്ട്. ഓറഞ്ച് കളറുള്ള സാധനത്തിൻ്റെ രണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ അത് എഴുതി വെച്ചു. ബി ഹെൽത്തി, ബി സേഫ് ആൻഡ് കെയർ. അത് ക്യാരറ്റും ഓറഞ്ചൊക്കെ തിന്നാൽ ഹെൽത്തി സാധനങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ അത് എഴുതി ഇവിടെ വെക്കുന്നുണ്ട്. അടുത്തത് അവിടെ ഒരു ചെറിയൊരു ഏരോ മാർക്കൊക്കെ ഇട്ടിട്ട് അവിടെ ഈറ്റ് ഹെൽത്തി ഫുഡ്, അങ്ങനെ ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നുണ്ട്. ആ ക്യാരറ്റിൻ്റെ നേർക്ക് ഉദ്ദേശിച്ചിട്ടാണോ ഞാൻ എഴുതിയത് കേട്ടോ. ഓക്കെ, അവിടെ ഞാനൊരു ക്യാരറ്റും വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് ഓറഞ്ചും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യെല്ലോ ഇല്ലാത്തതുകൊണ്ട് യെല്ലോ കുറച്ച് കട്ടിക്ക് ഇട്ടാൽ ഓറഞ്ച് ആവും. ഗ്രീൻ വെച്ചിട്ട് ഞാൻ അവൻ്റെ ഇലകളും പുല്ലല്ല ഇതിൻ്റെ ലീവ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓറഞ്ച് ഒരു സർക്കിൾ പെട്ടെന്ന് കിട്ടിയില്ല, പെട്ടെന്ന് ഓവൽ വരച്ചു പോയി. അവിടെ ഞാൻ അതേ രീതിയിൽ തന്നെയായി. കുറച്ച് വട്ടം കൂടി വന്ന് ഒരു ഓറഞ്ച് ഷേപ്പിലായി കേട്ടോ. അതിൽ ഞാൻ ഗ്രീൻ വെച്ചിട്ട് ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ജേർണൽ കംപ്ലീറ്റ് ആവും. അവിടെ ഓറഞ്ച് ഡേ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഓരോ കളർ ജേർണൽ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഡേ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കും. പിന്നെ അവിടെ കുറച്ച് ബബിൾസും ഏരോസും ലവ് ഹേർട്ട് ഒക്കെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ വെറുതെ സ്ഥലം ഇവിടെ ഉണ്ടല്ലോ വെച്ചിട്ടാട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ജേർണൽ. നമുക്ക് ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വാഷിട്ടപ്പിൻ്റെ കുറച്ച് ഭാഗം വരുന്നുണ്ട്, അന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ലെറ്റ്സ് ക്ലോസ്. ഇതാണ് കേട്ടോ എൻ്റെ ജേർണൽ. നെക്സ്റ്റ് ആ ഫ്ലവേഴ്സ് ഞാൻ ഒറ്റൊന്ന് മാത്രമേ ലാസ്റ്റ് ഉണ്ടായുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു പേപ്പർ എടുത്ത് അതിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡൊക്കെ ചെയ്ത് ഒന്ന് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഒന്ന് ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വിടാം. ഇനി നമ്മൾ കുറേ മൾട്ടി കളറായിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ഫ്ലവറും അതിൻ്റെ നടുക്കൊരു കളറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫ്ലവേഴ്സ് അപ്പോൾ എങ്ങനെ ഞാൻ ചെയ്യൽ, അവിടെ ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ അങ്ങനത്തെ കുറച്ച് കളേഴ്സിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് തന്നെ ആയിരിക്കും ഫ്ലവറിൻ്റെ കളർ, നടുക്കത്തെ ഒരു സെൻറ്റർ ഭാഗം വരുന്നതാണ് ഞാൻ കളറാക്കുന്നത്. ടോട്ടൽ കുറച്ച് കളേഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ സ്കെച്ച് പെൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ സ്കെച്ച് പെൻ ഓർഗനൈസ് ചെയ്യുന്ന ബോക്സ്. ഓറഞ്ച് കളർ, റെഡ് കളർ, green color, blue color, pink color, light blue color. 3 ഫ്ലവേഴ്സാണ് ഞാൻ ആക്കിയെടുത്തത്. അപ്പം ഞാനിത് ഒന്ന് ക്ലിപ്പിട്ട് വെക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള ഹോം മെയ്ഡ് ക്ലിപ്പ് വെച്ചിട്ട്.
അപ്പോൾ ഇത്രയും കളേഴ്സുള്ളൊരു ഫ്ലവേഴ്സാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഞാൻ ഇങ്ങനെ ബോർ ചെയ്യുമ്പോൾ കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യും. അതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ എപ്പോഴും ചെയ്യുന്ന ബുക്സ്. അപ്പോൾ ഒരു പെൻപല്ല് ഞാനിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ എൻ്റെ ഡ്രോയറിൽ അത് ഇട്ട് വെക്കുന്നുണ്ട്. എൻ്റെ ചെറിയ ഓർഗനൈസ് ചെയ്യുന്നൊരു ബോക്സ് ഉണ്ട്, അതിലാണ് ഞാൻ ജേർണൽ സപ്ലൈസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കൽ. അവിടെ കണ്ട എൻ്റെ ജേർണൽ ബുക്കും മൾട്ടി കളർ പെന്നൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ. ഇടക്കിടക്ക് ഓർഗനൈസ് ചെയ്യാനുള്ള ചെറിയൊരു മോഹം ഉണ്ടാവും എനിക്കിടക്ക്. നെക്സ്റ്റ് ഞാൻ ഈറ്റ് ചെയ്ത സാധനമാണ്. ഇവിടെ ഒരു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞാൻ 2 കേക്ക് എടുത്തിട്ട് ഈറ്റ് ചെയ്തതാണ്. കവർ കളയാണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഞാൻ ഇന്ന് ചെയ്ത കുറച്ച് ഡ്രോയിങ്സാണിത്. ഇതാണ് മംഗള ആർട്സ്, അറിയായിരിക്കുമല്ലോ. ഒരു ലാമ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഇത് ഡേ നൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സമ്മറും വിൻ്ററും ആയതുകൊണ്ടല്ലേ. ഞാൻ വായിച്ചൊരു ബുക്കാണ് ശ്രീ കുന്നത്തൂർ പാടി മുത്തപ്പൻ എന്ന് പറഞ്ഞ ബുക്ക്. അതിൽ ഞാനാക്കിയൊരു ബുക്ക് മാർക്ക് വെച്ച് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ വായിച്ചേട്ടോ. അത് വായിച്ചു കഴിഞ്ഞു. ഇടക്കിടക്ക് വായിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, എന്നാലും കുറച്ച് സമയം എടുത്ത് ഞാൻ വായിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മേക്കപ്പ് വെക്കുന്ന ഒരു സ്ഥലം. എൻ്റെ സ്കൂൾ മേക്കപ്പ്സ് മാത്രം വെക്കുന്ന സ്ഥലമാണ്. ഞാൻ കുറച്ച് സമയം ഊഞ്ഞാലൊക്കെ ആടി. ഇനി അടുത്ത ബുക്ക് വായിക്കണം. ഇതാണ് എൻ്റെ റീഡിങ് പ്ലേസ്. ഒരു ചെറിയൊരു ചെയർ ഉണ്ട് എൻ്റെ അടുത്ത്, അതിൽ വെച്ചിട്ട് മിന്നെ വായിക്കാം. എന്തൊരു ഇഷ്ടമാണ്. മീശ എലുമ്പനും ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഇത്. ഇതിന് ഈ ഒരു ബുക്കിൽ ഡൗൺ ഭാഗത്ത് മാത്രമായിട്ടാട്ടോ കഥ കണ്ടത്. കൊണ്ട് മറിച്ച് എടുക്കുമ്പോൾ ഡൗൺ ഭാഗത്ത് ഇതിലൊരു കോമഡി ഉണ്ട് ഗൈസ്. ആ മീശ കണ്ടോ, മീശയുടെ ആ ഒരു സൈഡ്, അത് ആ മീശയാണ് വെച്ചിട്ട് എലുമ്പം വന്ന് തൊട്ട് നോക്കിയപ്പോൾ അത് ആടെ കണ്ട ഒരു തോണി. ഇങ്ങനെ ബാക്കിൽ തോണി മുമ്പിലുണ്ടായപ്പോൾ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഫ്രണ്ടിൽ മീശ പോലെ തോന്നി. അങ്ങനെ അത് ശരിക്കും കോമഡിയായി തോന്നി കേട്ടോ എനിക്ക്. അപ്പം മിന്നൊക്കെ വായിച്ചു തീർന്ന് ഒന്ന് പേജൊന്ന് മറിച്ച് നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ഒന്ന് വെറുതെ വായിച്ചു നോക്കിയപ്പോൾ വേണ്ട വെച്ചു. അടുത്ത ദിവസമായിട്ടൊന്ന് വായിക്കാൻ വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ